PSCയുടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ പരീക്ഷയിൽ റാങ്ക് നേടിയിട്ടും ജോലി ലഭിക്കാതെ ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെങ്കിലും നിലവിൽ ഒഴിവുകളില്ലെന്നും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചില്ലെങ്കിൽ നിയമനം ലഭിക്കാനുള്ള സാധ്യത കുറയുമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക. 2017 റാങ്ക് ലിസ്റ്റ് തസ്തികകൾ ഇല്ലാത്തത് കാരണം റദ്ദാക്കിയിരുന്നു. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. 2024 വിജ്ഞാപനം പുറത്തിറക്കി. 2025 പരീക്ഷയും 2026 റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച ലിഫ്റ്റ് ഓപ്പറേറ്റർ നിയമനത്തിൽ എറണാകുളത്ത് 6 പേരും ആലപ്പുഴയിലും കൊല്ലത്തും 2 പേർ വീതവുമാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. എന്നാൽ 3 ജില്ലകളിലുമായി നിലവിൽ വളരെ കുറച്ച് ഒഴിവുകൾ മാത്രമാണ് ഉള്ളതെന്നും അത് ഭിന്നശേഷി സംവരണ വിഭാഗത്തിനായി മാറ്റിവെച്ചിരിക്കുന്നതിനാൽ പൊതുവിഭാഗത്തിൽ നിന്നുള്ള റാങ്ക് ഹോൾഡേഴ്സിന് നിയമന സാധ്യത ഇല്ലെന്ന മറുപടിയാണ് PSCയിൽ നിന്ന് ലഭിച്ചതെന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേക്കൻസി ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് പൊതുജനങ്ങൾ കൂടുതൽ വരുന്ന ഹോസ്പിറ്റൽ, മുനിസിപ്പാലിറ്റി, ഇപ്പോൾ കളക്ട്രേറ്റ് ഇതേപോലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ ആവശ്യകതയുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഹോസ്പിറ്റലെല്ലാം ഈ ഭരണസമിതിയുടെ താൽക്കാലിക ജീവനക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള ആൾക്കാർ, പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഭരണസമിതിയുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സ്ഥാപന മേധാവികളാരെങ്കിലും നമുക്ക് ഗവൺമെൻറ്റിലോട്ട് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രപ്പോസലോ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർക്ക് ജോലി കിട്ടത്തുള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 19 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരില്ല. കാക്കനാട്, തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ലിഫ്റ്റുകൾ ഉണ്ടായിട്ടും തസ്തികകൾ സൃഷ്ടിക്കുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 19 ലിഫ്റ്റുണ്ട്. ഇപ്പോൾ GHൽ അതേപോലെ തന്നെ 10 ലിഫ്റ്റുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 3 ഷിഫ്റ്റാണ്, ഡേ, നൈറ്റ്, ഈവനിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു 3 ഷിഫ്റ്റ് എന്ന രീതിയിലാണെങ്കിൽ പോലും 10 ലിഫ്റ്റ് ആണെങ്കിൽ ഒരു 30 എന്നൊരു കണക്ക് വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 7 വേക്കൻസി അല്ലെങ്കിൽ ഒരു 8 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നിന്ന് പോകുന്ന സ്ഥലത്ത് നിന്ന് നോക്കട്ടെ. നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 10 പോസ്റ്റ് എങ്കിലും അല്ലെങ്കിൽ 8 പോസ്റ്റ് എങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ 3 കൊല്ലത്തിനുള്ളിൽ ഈ ഒരു ജോലി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴത്തെയും പോലെ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു ജസ്റ്റ് ഒന്ന് പറയാമെന്നല്ലാതെ നമുക്ക് സർക്കാർ ജോലി കിട്ടുക എന്നുള്ളൊരു ഉറപ്പ് നമുക്കും പറയാൻ പറ്റത്തില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ഇപ്പോൾ ഓരോ സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങി ഒഴിവുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ. പരീക്ഷ കഴിഞ്ഞിട്ട് ജോലി തിരക്കി പിന്നെ നമ്മൾ നടക്കേണ്ട ഒരവസ്ഥ, ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഫീൽഡ് ചെയ്യുന്നുണ്ട്, വർക്കെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലായിടത്തും പോയി തിരക്കുന്നുണ്ട്. ഇപ്പോൾ GHൽ ഞങ്ങൾ ഇവിടെ എറണാകുളത്തൊക്കെ തിരക്കിയിട്ടാണെങ്കിലും തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഇത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അവർ അപ്രൂവൽ ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ. 2017 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പലർക്കും നിയമനം ലഭിക്കാതെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കരുതെന്നും തസ്തികകൾ സൃഷ്ടിച്ച റാങ്ക് ഹോൾഡേഴ്സിന് നിയമനം നൽകണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും നിയമനം ലഭിക്കാതെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അതേ ആശങ്കയാണ് ഇവരും പങ്കുവെക്കുന്നത്. ആവശ്യമായിടത്ത് പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അധികൃതർ ഈ റാങ്ക് ലിസ്റ്റിന് ജീവൻ നൽകുമോ, അതോ മറ്റൊരു റാങ്ക് ലിസ്റ്റ് കൂടി കാലാവധിക്കൊപ്പം അവസാനിക്കുമോ? ഈ ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അക്ഷയ് VS-നൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.